പ്രിയപ്പെട്ട ഗുഡ് നൈറ്റ്സ് പ്രേക്ഷകരെ, നാം മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലൂടെ വളരെയധികം പേരെ പരിചയപ്പെട്ടു. പലരുടെയും ജീവിതാനുഭവങ്ങൾ നമ്മളെ ഏറെ സ്പർശിച്ചു. ഇന്നേ ദിവസം ഇതുവരെ കണ്ടവരിൽ നിന്നും വ്യത്യസ്തനായി ഏതാണ്ട് 87 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന വൃദ്ധനെന്ന് പറയാം, പക്ഷേ യുവാക്കളെ പോലെ തന്നെ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു കപ്പേരെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തൈച്ചിറ ഇൻഫൻറ്റ് ജീസസ് ദേവാലയത്തിൻ്റെ അങ്കണത്തിലാണ്. ഇവിടെ നിൽക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഈ കപ്പ്യാര് ഈ പള്ളിയിലെ കപ്പ്യാരാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കപ്പ്യാർ വൃദ്ധം മാത്രമല്ല, 6 മക്കളുടെ പിതാവാണ്. അതിലൊരാൾ മരിച്ചുപോയി. ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണ്. അങ്ങനെ ഇടവകയിലും കുടുംബത്തിലും നല്ല സാക്ഷി നൽകുന്ന ഒരു വിശ്വാസിയെ നമുക്ക് പരിചയപ്പെടുവാനായി നിങ്ങളെല്ലാവരെയും ഞാൻ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഗുഡ്നസ് ടി വിയിൽ നിന്ന് വന്നവരാണ്. ഇവിടെ മനസ്സ് നിറഞ്ഞെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതിലൂടെ അനേക വ്യക്തികളെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതായത് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി തമ്പുരാൻ ഇടപെടുകയും അവരെ ചില പ്രത്യേക ജോലികൾ ചെയ്യിക്കുകയും അല്ലെങ്കിൽ ചിലപ്പോൾ ശുശ്രൂഷകൾ ചെയ്യിക്കുകയും, അത് വചന പ്രഘോഷണമാകാം, ചിലപ്പോൾ കലാപരിപാടികളാകാം, ഇടവകയോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ ആകാം. അങ്ങനെ പല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നേ ദിവസം ഞങ്ങൾ കുഞ്ചരിച്ചാനുകൾ കാണാനാണ് വന്നിരിക്കുന്നത്. വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തെക്കുറിച്ച് പലതും ഞങ്ങൾ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നേരിൽ കണ്ട് അറിഞ്ഞിട്ട് പ്രേക്ഷകർക്കായിട്ട് കൊടുക്കാനാണ്. അപ്പോൾ അനേകർ ഇത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിലൂടെ അനേകർക്ക് ഇത് ഉപകാരപ്രദമാകും. അതുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് വളരെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് കുഞ്ചറിച്ചൻ എന്ന് വിളിക്കും വീട്ടിൽ. പിന്നെ പള്ളിയിലിട്ടിരിക്കുന്ന പേര് കുഞ്ചറിയ, തോമസ് കുഞ്ചറിയ. എൻ്റെ അപ്പം മരിച്ച 2.5 വയസ്സിലാണ് എൻ്റെ അപ്പം മരിച്ചത്. പിന്നെ ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ അമ്മയാണ്. അമ്മയുടെ പേര് മറിയാമ്മ എന്ന പേര്. ഞങ്ങൾ 5 മക്കളാണ്, 3 ആണും 2 പെണ്ണും. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിക്കാതെ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ 4 പേരുണ്ട്. 4 പേരെയും കല്യാണം കഴിപ്പിച്ചതും പെങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ വീട്ടുകാരാണ് ഞങ്ങളെ അമ്മയാണ് ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഞാൻ 28ാമത്തെ വയസ്സിൽ അന്നമ്മയെ കല്യാണം കഴിച്ചു. എനിക്ക് അവരിൽ നിന്ന് 6 മക്കളുണ്ടായി. 5 പെണ്ണും 1 ആണും. മൂത്ത ആളെ പച്ചയെ കെട്ടിച്ചു, 2ാമത്തെ ആളെ തൈക്കൂട്ടത്തിൽ കെട്ടിച്ചു, 3ാമത്തെ ആളെ പച്ചയെ കെട്ടിച്ചു, 4ാമത്തെ ആളെ തെന്നടി കെട്ടിച്ചു, 5ാമത്തെ ആളെ കാവാളിച്ച് കെട്ടിച്ചു. മകൻ പച്ച എന്ന കല്യാണം കഴിച്ചു. അവന് 3 മക്കളുണ്ടായിരുന്നു. അവരുടെ അപ്പം മരിച്ചു പോയപ്പം അവരങ്ങ് അവരുടെ വീട്ടിൽ പോയി. അപ്പോൾ കൊച്ചുമകൻ അച്ഛനാകാനായിട്ട് പോയിരിക്കുക. മൂത്ത മകള് നേഴ്സിങ്ങിന് പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വല്യപ്പച്ചൻ്റെ ആധ്യാത്മിക ജീവിതം ഒരു പേരക്കിടാവിനെ സ്പർശിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അവനിപ്പോൾ 3 വർഷം സെമിനാരിയിലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, ഇദ്ദേഹം എങ്ങനെ ഈ ഒരു ഇടവക ഇത്ര അടുത്തൊരു ഇടവപ്പള്ളി തുടങ്ങിയ കാലം മുതൽ അവിടെ ഉണ്ടല്ലോ, ആ തുടങ്ങിയ കാലം മുതൽ അവിടെ എങ്ങനെ ഒരു ശുശ്രൂഷകനായി മാറിയെന്നൊന്ന് പറയാമോ? ഞാൻ അടുത്തല്ലേ, അടുത്ത കഴിയുമ്പോൾ പള്ളിയൊക്കെ പണിയാൻ തുടങ്ങിയപ്പം പിതാവ് അവിടെ വന്നു. അത്തിപ്പള്ളി പിതാവ് അവിടെ വന്നു. ഞാൻ പറഞ്ഞ പിതാവ്, പള്ളി തന്നെ പണിതാൽ പോരാ, ഞങ്ങൾക്ക് ചിമിത്തേരിയും കൂടെ ഇവിടെ പണിയണം. അന്നേരം പിതാവ് എന്നോട് പറഞ്ഞു, മോൻ എനിക്കൊരു കാര്യം ചെയ്യും, മോൻ പള്ളി പണിതോ, ഞാൻ ചിമിത്തേരി പണിതു.
ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള കഴിവൊന്നുമില്ല, ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ഇവിടെ കിടക്കണ്ടേ, അങ്ങനെ പറഞ്ഞു പോയി. പിന്നെ അച്ഛൻ്റെ സാമർഥ്യം കൊണ്ടാണ് സെമിത്തേരി പണിത്. ഉണ്ടല്ലേ? സെക്രട്ടറി അച്ഛനാണ്. അപ്പൊ ഏത് ആദ്യത്തെ അച്ഛനാണോ സെമിത്തേരി പണിത്, അതോ പിന്നീട് വന്ന അച്ഛന്മാരാണോ? അല്ല, ആദ്യം വന്ന അച്ഛനാണ് സെക്രട്ടറി അച്ഛൻ. അത് കഴിഞ്ഞ് ഇപ്പം വന്നിരിക്കുന്ന അമ്പലപ്പുഴന്ന് വന്നിരിക്കുന്നത് സിൽവസ്റ്റർ അച്ഛനായിരുന്നു ഇവിടെ. ആ ആ അദ്ദേഹം ലിറ്റിൽ വേർഡ് ഏതാണ്ട് പരിപാടിയൊക്കെ ഇല്ല. ആ ലിറ്റിൽ വേൾഡ് അസോസിയേഷൻ പ്രസിഡന്റാണ്. ചാച്ചന്റെ അവിടുത്തെ റോൾ എന്താണെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ. അപ്പൊ അച്ഛൻ പിന്നെ കൈക്കാരൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു കുഞ്ചിറച്ചനെ കപ്പ്യാരാക്കാം നമുക്ക്. അങ്ങനെ കപ്പ്യാരാക്കി. അപ്പൊ പള്ളിയുടെ ഉദ്ഘാടനത്തിനൊക്കെ ഞാനും പുള്ളിയും കൂടി ചെന്ന് ഓരോ വീട്ടുകളിൽ നിന്ന് സംഭാവന ചോദിച്ചു. അങ്ങനെ വാങ്ങിച്ചു കൊണ്ടു. അങ്ങനെ വന്ന് എന്നെ അച്ഛൻ വിളിച്ചതാണ്. അന്ന് മുതൽ കപ്പ്യാരാണ്. എത്ര വർഷമായി കപ്പ്യാരായിട്ട്? ഇപ്പൊ 14 വർഷമായി. ഈ കപ്പ്യാരുടെ ജീവിതത്തിലെ സാധാരണ ഞാൻ കേട്ടിരിക്കുന്നത്, ഇദ്ദേഹം കപ്പ്യാരുടെ പണി മാത്രമല്ല ചെയ്യുന്നത്, അത് പള്ളിയെ സ്വന്തം വീട് പോലെ അല്ല സ്വന്തം കുടുംബം പോലെ സ്നേഹിച്ചുകൊണ്ട് അതിന് വേണ്ടതൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ച് തരാമോ? ഞാൻ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ പള്ളിയുടെ പരിസരവും എല്ലാം ഞാൻ വൃത്തിയാക്കും. അതുപോലെ തന്നെ ദേവാലയം ഞാൻ കാശല്ല നോക്കുന്നത്, എൻ്റെ ദേവാലയം ഭംഗിയായിരിക്കണം. അത് ഞാൻ കാശ് കൊണ്ട് പുള്ളി എന്നെ സഹായിക്കും. ഞാൻ അതിനൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കും, വാങ്ങിച്ച് ഭംഗിയാക്കും. അതിനച്ഛൻ വഴക്ക് പറയും എന്നെ, ഒന്നും ചെയ്യരുത്, വീട് നോക്കണം. അവിടുന്ന് തരുന്ന പൈസ പോലും എടുത്ത് ചിലപ്പോൾ പള്ളിയിലെ കാര്യങ്ങൾ നടത്തും. ഇവിടെ സാധാരണഗതിയിൽ ഇവിടെ എപ്പോഴും പറമ്പിൽ പെട്ടെന്ന് പുല്ലുകളെത്ത് കിടക്കും. ഞാൻ ആ പള്ളി വന്നപ്പോൾ അവിടെ ഒരു പുല്ല് പോലും ഇല്ല. അങ്ങനെ വൃത്തിയായി. അത് ഞാൻ കിളയ്ക്കും. പള്ളിയുടെ തെക്ക് വർഷത്ത് ഞാൻ കപ്പയിടുമായിരുന്നു അച്ഛനോട്, സെക്രട്ടറി അച്ഛനുണ്ടായിരുന്നപ്പോൾ. ഈ കഴിഞ്ഞ പ്രാവശ്യം കപ്പയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല, മുഴുവൻ എലി കൊണ്ടുപോയി. ഈ കപ്പ കിട്ടിയാൽ എന്ത് ചെയ്യും? വിൽക്കും. വീട്ടിലോട്ട് കൊണ്ടുവരത്തില്ല, പിന്നെ അടുത്തുള്ളവർക്കൊക്കെ വെച്ച് കൊടുക്കും. തീർച്ചയായും ഇപ്പോൾ ഒരു പള്ളിയിലെ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിന് പറയുന്നത് സന്നിവേശിത വരപ്രസാദം എന്നാണ്. അതിന് കാരണമാകുന്ന ഏതെങ്കിലും ബാല്യകാല അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ ബാല്യം എങ്ങനെയായിരുന്നു എന്ന് പങ്കുവയ്ക്കാം. ഞാൻ 6ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ ഓർഫനേജ് ഉണ്ടാക്കിയത്. ഏത് ഓർഫനേജ്? സെന്റ് ആന്റണീസ് ഓർഫനേജ്, ആലപ്പുഴ. ആലപ്പുഴ. അവിടെ നിന്നാണ് പഠിച്ചത്. പഠിത്തത്തിനൊക്കെ മോശമായിരുന്നു. സ്പോർട്സിനൊക്കെ പോകുമ്പം നല്ല നല്ലപോലെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യും. പഠിത്തത്തിന് ശേഷം പുറമോട്ടായി. അങ്ങനെ വന്നപ്പോൾ പിന്നെ ജ്യേഷ്ഠൻ്റെ മരണം വന്നു, മൂത്ത ജ്യേഷ്ഠൻ്റെ മരണം വന്നപ്പോൾ പിന്നെ അമ്മയെ നോക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ അപ്പോൾ ഞാൻ 3rd ഫോം വരെ പഠിച്ച്. 7ാം ക്ലാസ് വരെ? 7ാം ക്ലാസ്. ഫോമാണ്, ഫസ്റ്റ് സെക്കൻഡ് ഫോം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, വെച്ചാ എൻ്റെ അമ്മയെ നോക്കാൻ ആരുമില്ല, ഞാൻ വീട്ടിൽ പോവും. അച്ഛൻ നിനക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ വയ്യേ? ഞാൻ പറഞ്ഞു, അച്ഛൻ അമ്മയെ നോക്കണ്ടേ, അത് കാരണം ഞാൻ ഇവിടെ പോകുന്നു. ഞങ്ങളിവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, കൃഷിയും ചെയ്യും. ഇവിടെ ഇങ്ങോട്ട് പോന്നല്ലോ. പോരുന്നത് വരെയുള്ള അവിടുത്തെ ജീവിതത്തിൽ അവിടെ എന്ന് പറഞ്ഞാൽ സെന്റ് ആന്റണീസ് പ്രസ് ഉണ്ട്. ആ പ്രസ്സിലെ ജോലിയും ഞങ്ങളെ കൊണ്ട് ചെയ്യും വെച്ച്. ഓരോ പിന്നെ ഡെറാസ് മെയിലും ഉള്ള കമ്പനികളിലൊക്കെ ബുക്കൊക്കെ കൊണ്ടുപോകുക. ഞങ്ങൾ ഒരുമിച്ച് പിള്ളേരുമായിട്ട് അങ്ങ് പോകും. അങ്ങനെയൊക്കെ ജീവിതം പ്രസുമായിട്ട് ജീവിതമുണ്ട്. അവരുമായിട്ട് സമ്പർക്കം ഉണ്ടായി. എനിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരും അവിടുത്തെ പണിക്കാർ. എന്നോട് വലിയ സ്നേഹമായിരുന്നു. പലഹാരങ്ങളൊക്കെ 4 മണിക്ക് എന്നെ വിളിച്ചിട്ട് എനിക്ക് കൊണ്ടുതരും അവർ. അങ്ങനെയൊക്കെ നല്ല സഹകരണമായിട്ട് അവരുമായിട്ട്. പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ അച്ഛനോട് അനുവാദം ചോദിച്ച് ഇനി പോകുന്നു. ഞാൻ ലിയോത്തോടെ സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ട്രൈനോട് അച്ഛൻ്റെ സ്നേഹവും ശിക്ഷണവും. അച്ഛൻ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? കൂട്ടുകാരുമായിട്ട് ഞങ്ങൾ മാറ്റിനിക്ക് പോകും. മാറ്റിനി കണ്ടേച്ചും അങ്ങ് കടപ്പുറത്ത് ചെല്ലും. ഒരുപാട് ലൈനായിട്ട് പോയി. അങ്ങനെ വന്നപ്പോൾ അവസാനം 2-3 പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ അവർ അച്ഛന് കംപ്ലൈൻറ്റ് കൊടുത്തു. ലീഡർ വിളിച്ച് നല്ല കണക്ക് നല്ല
ചുവരെല്ലാം നല്ല അടി അടിച്ചു. ഇവിടെ കയ്യിലോ വൈകിട്ട് പിറ്റേ ദിവസം വിളിച്ചു എന്നെ നൊന്തോന്ന് ചോദിക്കും. സാരമില്ല, അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ അച്ഛൻ്റെ വീട്ടിലൊക്കെ എന്നെ കൊണ്ടുപോകും. അച്ഛൻ്റെ അച്ഛൻ്റെ ചെത്തി. അച്ഛൻ്റെ അമ്മയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എന്നോട് വലിയ സ്നേഹം. അല്ല, അന്ന് ഈ വലിക്കുന്ന രക്ഷയല്ലേ. അച്ഛൻ്റെ കൂടെ ഇരിക്കല്ല, അച്ഛന് ഒരു രക്ഷയല്ലേ, എൻ്റെ പുറകെ അങ്ങനെയുള്ള ജീവിതമൊക്കെ ആയിരുന്നു. അല്ല, അത് കഴിഞ്ഞപ്പോഴാണ് ജ്യേഷ്ഠൻ്റെ മരണമൊക്കെ വന്നത്. ഞാൻ ഇങ്ങി പോന്നു. ഞങ്ങൾ ഇവിടെ 28-ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു. എനിക്ക് 6 മക്കളുണ്ടായി, 5 പെണ്ണും 1 ആണും. അപ്പൊ അവിടെ വെച്ച് ഈ ഓർഫനേജിൽ വെച്ച് കുർബാനയിലൊക്കെ പങ്കെടുക്കാനായിട്ട് കുർബാനയ്ക്കൊക്കെ നല്ല അലങ്കാരമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ പിന്നെ ശുശ്രൂഷയായിട്ട് ലീഡറായിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ആൾക്കാരെയൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഇതിന്റെ പരിശീലനം കിട്ടിയത്. അവിടെ പിന്നെ കുർബാനയ്ക്ക് ഉടുപ്പൊക്കെ ഇട്ട് അച്ഛന് കുർബാനയ്ക്ക് എടുത്ത് വെക്കും. ഉടുപ്പ് വെക്കും, ബീഞ്ഞും ഓസ്തിയൊക്കെ എടുത്ത് വെച്ച് പിന്നെ ആൾക്കാരെ അലങ്കരിക്കും. അന്ന് മേളിലാ, ഞങ്ങൾ താഴെ. അന്ന് ലാറ്റിൻ മാസല്ലേ അവിടെ, അതൊക്കെ അറിയായിരുന്നോ? പഠിച്ചോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഈ കമ്മിറ്റിയെ സംബന്ധിച്ച്, ഈ പള്ളിയിലെ സംഗതികള്? പള്ളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. സുലക്ഷം 13 കൊല്ലം ഇവിടെ ഇരുന്ന് പോയി. ഇപ്പോൾ അച്ഛൻ്റെ കാലത്ത് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സംഭവം പറയാമോ അച്ഛൻ ചെയ്തിട്ടുള്ള? അച്ഛൻ ചോദിച്ച് പപ്പിയാരെ പിന്നെ പ്രസവകാഴ്ച എങ്ങനെയാ ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു, അച്ഛൻ വന്നേച്ചാൽ മതി, എല്ലാം റെഡിയാണ്, ഒന്നിനും കുഴപ്പമില്ല. അച്ഛൻ വരുമ്പോൾ അച്ഛൻ വിചാരിക്കുന്നതിനെക്കാട്ടി ഭംഗിയായിട്ട് എല്ലാം അലങ്കരിച്ച്. സ്വന്തം ഇടവകയായിട്ടുള്ള ബന്ധം എങ്ങനെ? പള്ളിയിൽ പോവും. ആൾക്കാരായിട്ട് വേണ്ട, അവിടുത്തെ കപ്പേരോളിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ പള്ളിയിലെ കുദാശകളിലൊക്കെ ഇല്ല, കുർബാനയ്ക്ക് പോവും, കുമ്പസാരിക്കും, ബന്ധമുണ്ട് അവരുമായിട്ട് അല്ലേ? കുർബാനയ്ക്ക് സഹകരിക്കാൻ കൂടുന്നേ ഉള്ളൂ, അല്ല ശുശ്രൂഷയായിട്ട് പോകേണ്ട ആവശ്യമില്ല. അവിടെ പിള്ളേരുണ്ട്. വാസ്തവത്തിലെ ക്രിസ്ത്യാനികളുടെ കുത്തകയല്ല, സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷകനാണെന്ന് സിൽവസ്റ്റച്ചന്റെ വലിയൊരു ആദർശമല്ല. എനിക്കറിയാം, അച്ഛന് ഞാൻ ഫ്രണ്ട്സാണ്. ഇവിടെ വന്നപ്പോ അക്രൈസ്തവരായവരുടെ കാല് കഴുകുന്ന ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. ആ സംഭവത്തെ കുറിച്ച് അപ്പേർക്ക് എന്താ പറയാനുള്ളത്? അത് ഞങ്ങളുടെ അടുത്ത പള്ളിയുടെ അടുത്ത താമസം. അപ്പൊ ആ സ്ത്രീ എപ്പോഴും പള്ളി കുർബാനയ്ക്ക് വരും. കുർബാന ഞായറാഴ്ചയും വെള്ളിയാഴ്ചയുള്ളൂ കുർബാന, ആദ്യം വെള്ളിയാഴ്ച. ആ കുർബാനയ്ക്കും എല്ലാത്തിനും എല്ലാം സഹകരിക്കുകയും ചെയ്യും. നല്ല അടുപ്പമായിരുന്നു. പിന്നെ അവരുടെ മകള് എടത്തുവ പള്ളി പെരുന്നാളിന് പോയപ്പം 2 പവൻ്റെ മാല പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പം അത് ഇവിടെ വന്ന് ഉണ്ണീശോയോട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഉണ്ണീശോയോട് പ്രാർത്ഥിച്ചു, കിട്ടും. അവർ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ അവർ വണ്ടി എടുത്തു, അവിടെ ചെന്നു. അവർ നിന്ന സ്ഥലത്ത് തന്നെ ആ മാല കിടന്നു, അവിടെ കിടന്നു. അത് കിട്ടി. അത് 2 ഗ്രാം സ്വർണം ഉണ്ണീശോയ്ക്ക്. അങ്ങനെ വന്നതാണ് അച്ഛൻ ഈ സ്ത്രീയുടെ കാല് കഴുകണം. അങ്ങനെ കഴുകി. അവർക്ക് നല്ല വിശ്വാസമാണ്. ഇന്നും അവർ തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോഴേ ഇത്രയും നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ സഭ ആദരിച്ചിട്ടുണ്ടോ? അവരെന്തെങ്കിലും സഭയിൽ നിന്നുള്ള ആദരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സഭയെന്ന് പറഞ്ഞാൽ അച്ഛന് 140 ഇടവക്കാരുണ്ട് ആലപ്പുഴ രൂപതയ്ക്ക്. അപ്പം നമ്മുടെ മിൽട്ടൺ അച്ഛൻ വന്നേച്ചും പറഞ്ഞു, പിന്നെ കുപ്പിയാരെ ഇന്നൊരു സ്വീകരണമുണ്ട്, ആ സ്വീകരണത്തിന് വരണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെ കുട്ടപ്പനുമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് സ്വീകരണത്തിന് വന്നപ്പം 11 മണിക്ക്. അപ്പം അച്ഛൻ ഇല്ലിച്ചിറ കുർബാനയും ചൊല്ലി ഇവിടെ പ്രക്കാട് ജംഗ്ഷനിൽ വരും. ഞങ്ങളവിടെ നിൽക്കുക. അവിടെ ഞങ്ങളെ കയറ്റി കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നപ്പം കുർബാനയുടെ സമയം. അച്ഛൻ പറഞ്ഞു, പോയി കുർബാന കാണും. കുർബാന കഴിഞ്ഞിട്ടാണ് സമ്മേളനം. ആ കുർബാനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി സമ്മേളന ഹാളിൽ ചെന്നു. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് കയറിയിരിക്കുക. അച്ഛൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ 2 പേരും
കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ടു. ഞങ്ങൾക്ക് ഇതറിയാവോ അച്ഛൻ? അവിടെ കൊണ്ടുവന്ന് പിതാവ് വന്നേച്ച് എന്നെ കെട്ടി എന്ന് വിളിച്ചു. അപ്പോൾ അച്ഛൻ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞു കൊടുത്തു. അത് സ്വീകരണത്തിന് ഓരോ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച്. പ്രക്കാട്ടെ തോമസ് കുഞ്ചറിയ, 87 വയസ്സുള്ള തോമസ് കുഞ്ചറിയ ദേവാലയ ശുശ്രൂഷയിൽ ഒന്നാമതായി ഇട്ടിരിക്കുന്നു, അതിനെ അനുമോദിക്കാനായിട്ട് കയറി വരണമെന്ന് ഞാൻ ചെന്നു. പൊന്നാടയും 1000 രൂപയും പ്രശസ്ത പത്രം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ അല്ലേ? കൂട്ടുകാരിലേക്ക് പോകാൻ നിങ്ങൾ നമ്മൾ എങ്ങനെയാണ് ശുശ്രൂഷയിലായിരിക്കുന്നത്? ഈ ഇവാഞ്ചലിസ്റ്റിൻ്റെ പള്ളി ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടും പള്ളിയുടെ അടുത്ത് തന്നെ വീടുകൾ. അപ്പം ഞാനും പുറത്തൊക്കെ ആയിരുന്നു. അപ്പം ഇവിടെ ലാറ്റിൻ മാസ് അപ്പം അങ്ങനെ കുർബാന കൂടാനും എല്ലാം വന്നു. പിന്നെ ഉണ്ണീശോയുടെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ ഞാൻ പള്ളിയോട് കൂടെ അടുത്ത് നിന്നു. എൻ്റെ തുടക്കം വരെ പള്ളി വരുന്നതെന്ന് അറിഞ്ഞപ്പം വരെ എനിക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ പള്ളിയുടെ ബ്ലെസ്സിങ്ങിന് എല്ലാം ഞാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉണ്ണീശോയുടെ ഒരു ഭക്തനായതുകൊണ്ട് ഈ കല്ലിടം വന്നൊരു ഉണ്ണീശോയുടെ നാമലയത്തിലൊരു പള്ളി വേണമല്ലോ എന്നും പറഞ്ഞ് ഞാനന്ന് ബാങ്കിൽ ജോലി ചെയ്യാം. മിലിറ്ററി ആയിരുന്നു കഴിഞ്ഞ് പിന്നെ ബാങ്കിൽ കിട്ടി. അപ്പോൾ ഇവിടെ സ്റ്റീഫൻ അത്തിപ്പഴി പിതാവ് കല്ലിടാൻ വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കണക്ക് ബാങ്കിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് ലീവ് എടുത്ത് വരുന്ന വഴിക്ക് എൻ്റെ മനസ്സിൽ എല്ലായിടത്തും സെൻറ്റ് മേരീസും സെൻറ്റ് ജോസഫും സാക്രഡ് ഹാർട്ട് വർക്കാണ്. പക്ഷേ ഇൻഫാൻ ജീസസിൻ്റെ പേരിലൊരു പള്ളിയില്ലല്ലോ. അപ്പോൾ ഞാൻ പിതാവിൻ്റെ അവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവിടോട്ട് പള്ളിയുടെ ഈ ഭാഗത്തോട്ട് തിരിയുമ്പോഴത്തേക്കുണ്ട് അവിടെ ഇൻഫാൻ ജീസസ് ചർച്ച് തയ്ച്ചറാന്ന് ബാനർ എഴുതി വെച്ചിരിക്കും. എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ ആ കല്ലിടുന്ന അന്നേരം മുതലേ പള്ളിയുടെ കാര്യത്തിലെല്ലാം സഹകരിച്ച് പിന്നെ ഞാൻ എൻ്റെ പിള്ളേർ തിരുവനന്തപുരത്തൊക്കെ പഠിച്ചുകൊണ്ട് ഈ ലാറ്റിൻ മാസിൽ അവർ നിന്നുകൊണ്ട് പാട്ടുകളൊക്കെ അവരുടെ കൂടെ ഇങ്ങനെ പാടിയൊക്കെ ശീലമുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ പാടാനൊന്നും അധികം പേരില്ല, ആരുമില്ല. പിന്നെ ശരിക്കും ഇടവക്കാരായിട്ട് 5-6 പേരുകൾ, പിന്നെ നമ്മുടെ സിറിയൻസൊക്കെയാണ് വരുന്നത്. അവരുടെ കൂടെ പാടി ഞാൻ പിന്നെ പള്ളിയിലെ പാടാനായിട്ടല്ല ശുശ്രൂഷയിലൊക്കെ കൂടും. പുള്ളിയുടെ കൂടെ അങ്ങനെ സഹകരിക്കും. എല്ലാത്തിലും സഹായിക്കും. പാട്ടിന് പിന്നെ ആരും മുന്നോട്ട് വരുന്നില്ല. പിന്നെ ഞാൻ തന്നെ കളരാഗമാണെങ്കിലും പ്രായമല്ലേ, എന്നാലും പിന്നെ നിശ്ചയിക്ക് വേണ്ടി പാടി ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ രണ്ടും കൂടെ യോജിച്ച് ചെയ്ത ഏതെങ്കിലും സംഭവങ്ങൾ ഓർമ്മയുണ്ടെന്ന് പറയാമോ? യോജിച്ച് ചെയ്ത പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും പള്ളി പള്ളി കുർബാനയുള്ള ദിവസം 5 മണിയാകുമ്പോൾ പുള്ളിയോടെ പ്രസൻ്റ് ആയിരിക്കും. ഒരുങ്ങി വന്ന ഉടനെ കാസറ്റ് ഇടും, മൈക്ക് പാട്ടിടും. അതിൽ ഞാനും അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഞാനും ഒരു 5-6 മണിയാകുമ്പോൾ ഞാനിങ്ങ് എത്തും. പിന്നെ പള്ളിയിൽ വേണ്ടെങ്കിൽ പിന്നെ പുള്ളി തന്നെ അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും പള്ളി തുടച്ച് വൃത്തിയാക്കുന്നതെല്ലാം പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. ആരും സഹായിക്കാനൊന്നുമില്ല. അങ്ങനെ പുള്ളി തന്നെ എല്ലാത്തിലും വളരെയായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ കിട്ടുന്ന എന്തെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പള്ളിയുടെ എന്തെങ്കിലും ഐറ്റങ്ങൾ വാങ്ങുക, ഗ്ലോബ്, തിരിക്കാലുകൾ, പിന്നെ ഈ ഫ്ലാഗ്, അങ്ങനെ ഐറ്റങ്ങളെല്ലാം പള്ളിയുടെ വേണ്ട. അവിടെ സങ്കീർത്തിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ അലമാരി നിറയിരിക്കുന്ന നല്ലൊരു ശതമാനം പുള്ളിയുടെ സാധനങ്ങൾ. അപ്പം ഞാനും പറയും, പൈസയൊക്കെ വീട്ടിലും വേണ്ട, മരുന്നും മണ്ണാകട്ടും ഒക്കെ വേണ്ടതല്ലേ, അതൊന്നുമല്ലോ കിട്ടപ്പോൾ എന്നെ എൻ്റെ ഉണ്ണീശോ നടത്തുന്നു. എനിക്ക് പള്ളി ഭംഗിയായിരിക്കും, പള്ളി കാര്യങ്ങളെല്ലാം ഭംഗിയായിരിക്കും എപ്പോഴും പറയും. അങ്ങനെ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും ഈശോ അത്ഭുതകരമായിട്ട് ഇടപെട്ട ഏതെങ്കിലും സംഭവം? അന്ന് പള്ളി ആകുന്നതിന് മുമ്പേ പുള്ളി ഈ കൃഷിയുടെ കാര്യത്തിന് പോകുമ്പോഴത്തേക്കും എനിക്ക് പാടത്ത് ഈ ഞങ്ങളുടെ കുട്ടനാടെന്ന് പറഞ്ഞ വെള്ളവും ഇതും ചെറുപ്പം കൂടെ കയറുന്നില്ല.
വരമ്പേരങ്ങാണ്ട് ഊളക്കകത്ത് പോയി, ബോധം കെട്ട് തലയിറങ്ങി വീണത്. ഇപ്പോൾ ബോധം വന്നപ്പോൾ ഊളക്കകത്ത് കിടക്കുക. പുള്ളി ചടപടഞ്ഞ് എഴുന്നേറ്റ്. അപ്പം കണ്ണിലും മൂക്കിലും എല്ലാം മൊത്തം ചെളിയായി. ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നു. പുള്ളി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മൊത്തം ചെളിയായി. ബോധം വന്നാൽ പിന്നെ നേരെ ഇച്ചിരി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നാഷണൽ ജലപാതയാണ്. എന്നാൽ തോട്ടി ആറ്റിപ്പോയി കുളിച്ച് പൊങ്ങിയൊക്കെയാണ് വന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സംഭവം. ദൈവം പുള്ളിയെ കാത്തി രക്ഷിച്ച്. അപ്പം ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പുള്ളിയെ കൊണ്ടുവന്നാലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ ദൈവത്തിന് അറിയാമെന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും മുഴുവൻ ചളിക്കകത്ത് ഊളക്കകത്ത് താന്നു പോയത്. അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. അതെ അതെ. കൂട്ടുകാരനെ പരിചയപ്പെട്ടത് ഇപ്പോഴും പയറ് പോലെ 89 വയസ്സാണ്. 89 വയസ്സുകാരനാണ്. പക്ഷെ നമ്മളെ കാലൊക്കെ നല്ല ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്. നമ്മളത്തെ പുള്ളിയുടെ 5% പോലും നമുക്ക് പുള്ളിയുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അത്ര സ്മാർട്ടാണ് എല്ലാ കാര്യത്തിലും. എല്ലാം നടക്കുന്നുണ്ട്. പുള്ളിക്കാരത്തേക്കും വയ്യ എങ്കിൽ തന്നെ പുള്ളി മെയിനായിട്ട് പള്ളിയുടെ കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. അങ്ങനെ പോകുന്നു. അതുകൊണ്ട് ദൈവം പരിപാലിക്കുന്നു. ഓക്കെ, താങ്ക് യു. കുഞ്ഞിരച്ചന്റെ മൂത്ത മകളല്ലേ? പേരെന്താണ്? എൻ്റെ പേര് കുഞ്ഞുമോൾ. ഇദ്ദേഹം ഈ ഇതുപോലെയൊക്കെയുള്ള പണിയൊക്കെ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ വളർത്തിയ രീതി എന്താണെന്ന് മൂത്ത മക്കൾക്കല്ലേ അറിയത്തോടല്ല. എല്ലാം അറിയാവുന്ന എപ്പോഴും മൂത്ത മക്കൾക്കാണ്. ഒന്ന് പറയാമോ? ഞങ്ങളെല്ലാവരെയും നല്ല നിലയിൽ കൊണ്ടു ദൈവം അനുഗ്രഹിച്ചു വിട്ടു. ഇപ്പം പള്ളിയിൽ കയറി കപ്പിയാരായിട്ട് കയറിയതിന് ഞങ്ങൾക്ക് സന്തോഷം. അപ്പൊ ഇവിടെ എല്ലാരും ഇവിടെ നിങ്ങൾ ഒന്നിച്ച് കൂടാറുണ്ടോ ഇവിടെ? ആ ഉണ്ട്, ഒന്നിച്ച്. എല്ലാവർക്കും കൂടെ വരാൻ പറ്റത്തില്ല. പിള്ളേർ പഠിക്കാനുള്ളവരും ജോലിക്ക് പോകുന്നവരും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വരത്തില്ല. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ച് വരും. കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി? ഞങ്ങൾ 32 വർഷമായി. അപ്പൊ ഈ വൃദ്ധരായ രണ്ടുപേരല്ലേ ഇവിടെ മുഖ്യമായിട്ടുള്ളൂ. അപ്പൊ ഇവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിക്കും? നിങ്ങളെല്ലാവരും പെണ്ണുങ്ങളല്ലായിരുന്നു, കെട്ടിച്ചു വിട്ടല്ലോ? ആങ്ങളെ മരിച്ചും പോയി, അവരുടെ ഭാര്യ വേറെ സ്ഥലത്ത് പോവാ. പിന്നെ ഇവരെങ്ങനെ? ഞങ്ങൾ ഓരോരുത്തർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വരും. വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് വെച്ചാൽ ചെയ്യും. ഇപ്പം പിന്നെ നടക്കാനും വില കാലം ഒക്കെ വയ്യാത്ത കാരണം വിളിക്കുമ്പം വരിക. ആ മോൻ, ചേട്ടൻ്റെ മോനാണ് എപ്പോഴും വിളിക്കുന്നത്. അച്ഛൻ വന്ന് വിളിച്ചു, എന്ത് കാര്യം ഉണ്ടെങ്കിലും. അതുങ്ങൾ ഒരു ഫാനിൻ്റെ ആണേലും ഒരു ബൾബിൻ്റെ ആണേലും എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അവരെ വന്ന് വിളിച്ചോണ്ട് വരിക, ഇവർ ചെയ്തു കൊടുക്കുക. ഞങ്ങളെക്കാളും കാര്യമായിട്ട് സ്നേഹിക്കുന്നു അതുങ്ങളെ. ഞങ്ങളോട് സ്നേഹമില്ലെന്നല്ല, ഞങ്ങളെ വിളിച്ചു വന്നെങ്കിലല്ലേ ഉള്ളൂ, പിന്നെ അതുങ്ങളെ അല്ലേ ഉള്ളൂ. അപ്പൊ കൊള്ളാം. ഇത്രയും സമയം നമുക്ക് ഈ കുടുംബത്തിലേക്ക് വരുവാനും അപ്പനെയും അമ്മയെയും മകളെയും മറ്റേ 4 മക്കളെ കൂടെ ചേർത്ത് ഒരാളെ അല്ലേ കണ്ട് നിങ്ങളെ കേൾക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ ജീവിതാനുഭവങ്ങള് മറ്റു പലർക്കും ഇതുപോലുള്ള ശുശ്രൂഷ ചെയ്യാൻ പ്രേരണയാകും. അതുകൊണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വിശ്വസിക്കും. ഞങ്ങൾ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പള്ളിയിൽ എപ്പോഴും ഫ്രഷ് പൂക്കളെ ഉപയോഗിക്കത്തുള്ളൂ. അപ്പം ഇതിൻ്റെ എല്ലാം ആൾ നമ്മുടെ കപ്പിയാർച്ചനാണ്. കപ്പിയാർച്ചൻ്റെ ഹാർഡ് വർക്കാണ്. തിരുനാളുകൾക്ക് മാത്രമേ കൂടുതൽ ഡെക്കറേഷൻ്റെ ആവശ്യം വരുമ്പോഴേ ഞങ്ങൾ പുറത്തുനിന്നുള്ള പൂക്കളെ കളക്ട് ചെയ്യത്തുള്ളൂ. ബാക്കി മുഴുവൻ എല്ലാ വെള്ളിയാഴ്ച, ആദ്യ വെള്ളിയാഴ്ചകളിലും പിന്നെ ദുഃഖ വെള്ളിയാഴ്ച, അതിലെ മറ്റ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്തും ഞങ്ങൾ ഈ പള്ളിയുടെ പരിസരത്തുള്ള പൂക്കൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, ഫ്രഷ് പൂക്കൾ. ഇതെല്ലാം പുള്ളി രാവിലെയും വൈകുന്നേരവും വന്ന് വെള്ളം ഒഴിക്കുക. ഈ പല പല സൈസ് പൂക്കളുണ്ട് ഇവിടെ. ഇതെല്ലാം പുള്ളിയുടെ അധ്വാനമാണ്. പ്രിയമുള്ളവരെ, ഇത്രയും സമയം നമ്മൾ ശ്രവിച്ചത് ഒരു 87 വയസ്സുകാരനാണെന്ന് തോന്നാതെ ഒരു യുവാവിനെ പോലെ എൻ്റെ അടുത്തിരുന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു കപ്പ്യാരെന്ന നിലയിലും അല്ലാതെ ഒരു വലിയ കുടുംബത്തിൻ്റെ അപ്പനെന്ന നിലയിലും
എത്രമാത്രം അദ്ദേഹം ദൈവാശ്രയത്തിൽ വളർന്നുവെന്ന് നമ്മൾ കണ്ടു. ഇദ്ദേഹത്തിൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹപ്രദമാകും. അടുത്ത ആഴ്ചയിൽ മറ്റൊരു വ്യക്തിയെ നമുക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.